ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജേണൽ ബുക്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ജേണലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് റെഡ് തീമിലുള്ള ഒരു ജേണലാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പർപ്പിൾ തീമിലുള്ള ഒരു ജേണലാണ്. ഇത് ബ്ലൂവും ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ സെപ്റ്റംബർ 9, 2014 ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് യെല്ലോ തീമിനായിട്ടുള്ള ജേണലാണ്. അടുത്തതായിട്ട് നമ്മളെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഞാൻ ചിത്രമൊക്കെ വരച്ച് ചെയ്തിട്ടുള്ളൊരു ജേണലാണ്. അടുത്തതായിട്ട് ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുള്ള ജേണലാണ്. കൈയൊക്കെ ചെറുതായിട്ട് കൊളമായിട്ടുണ്ട്. അതൊന്നും സാരമില്ല, നിങ്ങൾ ക്ഷമിക്കൂലേ. അടുത്തതായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. അപ്പോൾ അടുത്തതായിട്ട് തന്നെ നമ്മൾ വിൻ്റർ സീസണിൽ ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. വിൻ്റർ സീസൺ നല്ല അടിപൊളിയല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളൊരു ജേണലാണ്. അടുത്തതായിട്ട് നമ്മുടെ പ്രകൃതി വളരെയധികം മനോഹരമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളൊരു ജേണലാണ്. അടുത്തതായിട്ട് ഒരു ബിയർ ഗാർഡനിൽ നിന്ന് ഒരു ഫ്ലവർ പറിച്ചെടുത്തു, അപ്പോൾ അത് നോക്കി നിൽക്കുന്നതിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ജേണലാണ്. അടുത്തതായിട്ട് ഞാൻ കല്യാണക്കുറിയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ഒരു ജേണൽ ചെയ്തതാണ്. ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജേണൽ ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് തോന്നി. ഹിയർലി ഇൻവൈറ്റ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നാച്ചുറൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 2 ഹാർട്ട്സൊക്കെ വരച്ചിട്ട് ട്യൂലിപ്സൊക്കെ വരച്ചിട്ടുണ്ട്, കുറച്ച് ട്യൂലിപ്സ്. അടുത്തതായിട്ട് എൻ്റെ മഴയെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ജേണലാണ്. മഴ സീസണ് നല്ല അടിപൊളിയല്ലേ. അടുത്തതായിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബ്രഷ് പെൻസ് വാങ്ങണമെന്ന്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ ആ കളേഴ്സ് ഞാനിങ്ങനെ വരച്ചിട്ട് ഞാൻ എഴുതിയതാണ് ഡ്രീം കളേഴ്സ് എന്ന്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ട്രീസിനെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. നമ്മളെ നേച്ചറും നമ്മൾ സേവ് ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ 2026 കുറിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. അടുത്തതായിട്ട് ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് വളരെ അടിപൊളി നൈസാണെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. അടുത്തതായിട്ട് ഈ ഡയറി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറിയാണ്. അത് ജേണൽ ചെയ്യുമ്പോൾ എനിക്ക് വളരെ നൈസായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു ജേണലാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇതിൽ ഫ്രണ്ട്സ് ഒപ്പം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ്. അടുത്തത് ഇത് വെള്ളം നനഞ്ഞതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് അനുപമ വന്നപ്പോൾ ചെയ്ത ജേണലാണ്. ഈ ഡയറി തന്നത് എനിക്ക് രാജീവ് സാറാണ്. താങ്ക് യു രാജീവ് സാർ.